2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാനിലെത്തി. ഇന്ത്യയും ജപ്പാനും ചേർന്നാൽ ഈ നൂറ്റാണ്ടിലെ സാങ്കേതിക വിപ്ലവം യാഥാർത്ഥ്യമാക്കാനാകുമെന്ന് പ്രധാനമന്ത്രി ഇൻഡോ ജപ്പാൻ സാമ്പത്തിക ഉച്ചകോടിയിൽ പറഞ്ഞു. ജാപ്പനീസ് പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി നിർണായക കരാറുകളിലും ഒപ്പുവയ്ക്കും. അമേരിക്കൻ തീരുവത്തർക്കം മുറുകുന്നതിനിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജപ്പാൻ സന്ദർശനം. പ്രതിരോധ മേഖലയിലെ സഹകരണം ഉൾപ്പെടെ നിരവധി മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരണം മെച്ചപ്പെടുത്താൻ സന്ദർശനത്തിൽ ധാരണയായി. ഇന്ത്യയിലെ ജാപ്പാനീസ് നിക്ഷേപം $68 ബില്യൺ ഉയർത്തും. ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തം പരസ്പര വിശ്വാസത്തിന്റെ പ്രതീകമായി മാറിയെന്ന് ടോക്കിയോയിൽ നടന്ന സംയുക്ത സാമ്പത്തിക ഫോറത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി मेट्रो से लेकर मैन्युफैक्चरिंग तक, सेमीकंडक्टर से लेकर स्टार्टअप्स तक हर क्षेत्र में हमारी साझेदारी आपसी विश्वास का प्रतीक बनी है. ഉച്ചകോടിക്ക് ശേഷം ഇരു രാഷ്ട്രത്തലവന്മാരും സംയുക്തമായി പ്രസ്താവന ഇറക്കും. അതേസമയം ഉച്ചകോടിയിൽ അമേരിക്കയുടെ തീരുവയെക്കുറിച്ച് മോദി പരാമർശിച്ചില്ല. ചൈനയുമായി ഇന്ത്യ കൂടുതൽ അടുക്കുന്ന പശ്ചാത്തലത്തിൽ ജപ്പാനെ പ്രകോപിപ്പിക്കാതെയാണ് ഇന്ത്യയുടെ നീക്കങ്ങൾ. ജപ്പാൻ സന്ദർശനത്തിനു ശേഷം മോദി നാളെ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കായി ചൈനയിലേക്ക് തിരിക്കും. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.